ഹായ്, ഞാൻ അനുദീപ്. സക്സസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കണം. വിജയം എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമല്ല, അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റിയെടുക്കുക. ഇതാണ് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പർ എങ്ങനെ വേണം ചിന്തിക്കാൻ, ഒരു ടോപ്പറിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. ബിക്കോസ് നമുക്ക് ധാരാളം പരീക്ഷകളാണ്, 10th പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 2026 വരാൻ പോകുന്നത്. കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ ബെവ്കോ LDC, 10th പ്രിലിംസ് നടക്കാൻ പോകുന്നു, അതിനുശേഷം 10th മെയിൻസ് വരുന്നുണ്ട്. സോ അവസരങ്ങൾ വളരെ അധികമാണ്. അവസരങ്ങൾ PSC പരീക്ഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു എക്സാം മാത്രമല്ല, നമ്മൾ സ്വപ്നം കണ്ട ഒരു സ്റ്റേബിൾ ആയ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു അവസരമാണ്. ഇപ്പൊ എല്ലാവരും അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളിൽ എത്ര പേര് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്? നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇനി വരാൻ പോകുന്ന അവസരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വർക്ക് ചെയ്യുന്ന, തയ്യാറെടുക്കുന്ന, റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? കുറച്ച് ആൾക്കാർ ഉണ്ട് കേട്ടോ. ഇവരാണ് ഈ പരീക്ഷകളിലൊക്കെ ടോപ്പ് റാങ്കിൽ എത്താൻ പോകുന്നത്. മാർക്ക് മൈ വേർഡ്സ്. അല്ലാതെ ഡെയിലി ഒരു 10-20 മണിക്കൂർ ഇരുന്ന് പഠിച്ച് എക്സാം അടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തലകുത്തി നിൽക്കുന്ന ആൾക്കാരല്ല. ഇപ്പം തന്നെ കുറച്ചായി കൺസിസ്റ്റന്റ് ആയി പഠിച്ച് പരീക്ഷയ്ക്ക് മുമ്പായി പഠിച്ച് റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി സെറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. സക്സസ് ഒരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കണമെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ആ സമയം അതിനുവേണ്ടി വർക്ക് ചെയ്യുക. PSC നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കോളും, ഒരു മര്യാദയ്ക്ക് എക്സാം ഒക്കെ നടത്തിക്കോളും. അതോ ആലോചിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത്? തന്ത്രപരമായി, സ്ട്രാറ്റജിക് ആയി പഠിക്കണം. സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥിയാണെങ്കിലും, അല്ല നിങ്ങൾ മറ്റൊരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ സ്റ്റഡീസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് എനിക്ക് ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയാൻ സാധിക്കും. PSCയുടെ പാറ്റേൺ ഒക്കെ മാറി, പുതിയ പാറ്റേണുകൾ പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പപ്പണിയാണ്. പക്ഷെ കൃത്യമായ തന്ത്രങ്ങൾ, സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി. ഇവിടെ സ്മാർട്ട് വർക്കിന്റെയും ഒരു ഹാർഡ് വർക്കിന്റെയും ഒരു മിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഒരു ടോപ്പർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഒരു റാങ്ക് ഹോൾഡർ ടോപ്പറിന്റെ മൈൻഡ് സെറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നത്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ജനറൽ PSC ബാച്ച്, VFA അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS, 10th പ്ലസ് ടു നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടി നടത്തുന്ന ബാച്ചിലും ഞാൻ ഇതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവുക. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുക. അത് വെച്ച് തന്നെ പഠിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ചും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെയാണ് ഒരു ടോപ്പർ ചിന്തിക്കുന്നത്? ഒരു ടോപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാം അടുക്കുമ്പോൾ ഒരു 10-20 മണിക്കൂർ നിന്ന് പഠിക്കുന്ന ആൾക്കാരല്ല. അവര് നേരത്തെ പഠിച്ചു തുടങ്ങും, കുറച്ചൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങും. ഇപ്പൊ നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ, വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അവസാനം ഒരുമിച്ച് ഇരുന്ന് 8-10 മണിക്കൂർ പഠിക്കാൻ ഒക്കത്തില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മര്യാദയ്ക്ക് റിവിഷൻ ഒക്കെ നടത്തി മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് എക്സാം ഫുൾ കോൺഫിഡൻസിൽ പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും വേണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രാധാന്യം അതിഭീകരമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ കഴിഞ്ഞ 10th ലെവൽ പരീക്ഷയായിരുന്നു, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പക്ഷേ ഈ ചോദ്യം നിങ്ങളുടെ സിലബസിലുള്ളതായിരിക്കില്ല, പക്ഷേ എലിമിനേഷൻ ടെക്നിക്സിന്റെ സ്വാധീനം, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 2 ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആണ് മനഃപൂർവ്വം കൊണ്ടുവന്നിട്ടുള്ളത്. കാര്യം ഇതൊന്നും ആരും പഠിക്കുന്നതല്ല. പഠിച്ചില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള, കറക്കി കുത്താനുള്ള സ്കില്ലും നിങ്ങൾ അക്വയർ ചെയ്യണം. ഈ ചോദ്യം നോക്കൂ. കേരള പ്രിസൺ ആക്ട് 2010. ഇത് വായിക്കുമ്പോൾ തന്നെ ആൾക്കാർ കിളിയോ, ഞാൻ ആക്ട് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കും. ബാക്കി ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഇത് പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത, ഇത് വട്ടവിട്ട് വെക്കണം, ശരിയല്ലാത്ത എന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? വ്യവസ്ഥക്ക് വിധേയമായ ഉചിതമായ കാലാവധിയിൽ പരോള് നൽകാം. അറിയത്തില്ലെങ്കിൽ വിട്ടേക്ക്. ബിയോ, ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. അപ്പോൾ തീവ്രവാദ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു 10 പേരെ ബോംബിട്ട് കൊന്ന കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പരോൾ കിട്ടും. അപ്പൊ ഇത് ഏതൊരു തടവുകാരനും എന്നാണ് പറയുന്നത് അല്ലെ. ഈ സമൂഹത്തിന് വിപത്താവുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്ന്, റിപ്പറിന് പരോൾ കൊടുക്കുന്നു, ആലോചിക്കുക. അല്ലെ അജ്മൽ കസബിന് പരോൾ കൊടുക്കും. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ കോമൺ സെൻസിന് വിരുദ്ധമാണ്. അത് ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്ന് നോക്കിയാ പറയുന്നത്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ചോദിച്ചത്. അപ്പൊ ഉത്തരം ബി ആ. ഇത് രണ്ടും വായിച്ച് നോക്കിയത് പോലും ഇല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക കേട്ടോ ആ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതാണ് സ്മാർട്ടായി ചിന്തിക്കേണ്ട രീതി.
പഠിച്ച് കിട്ടേണ്ട മാർക്കും ഉണ്ട്, അതുപോലെ തന്നെ കറക്കി കുത്തി കിട്ടേണ്ട മാർക്കും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് വേണം. അതിന് ആഴത്തിലുള്ള പഠനത്തിനോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യണം. ഇത് മറ്റൊരു ചോദ്യമാണ്. ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ചോദ്യമാണ്. സൈക്കോളജി എന്നുള്ള ചോദ്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. നിങ്ങളുടെ സിലബസിൽ ഇല്ല എന്ന് എനിക്ക് അറിയാം, പക്ഷേ ഇതിന്റെ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ തന്ത്രം മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്സ് വരുമ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യം എന്താണ്? ഉത്കണ്ഠ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ് എന്നാ പറയുന്നത്. അറിയത്തില്ല, വിട്ടേക്ക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. നമുക്ക് പരീക്ഷയൊക്കെ പറ്റി, ഭാവി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉത്കണ്ഠ കാണുമല്ലോ. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസിലും 2 അല്ലെങ്കിൽ 3 ഉണ്ട്. അതിനർത്ഥം എന്താ? ഭയവും ഉത്കണ്ഠയ്ക്കും 2 ഡിഫറെന്റ് ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്ന് ശരിയായേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവത്തില്ലേ? ഓട്ടോമാറ്റിക് അതിന് തെറ്റാവത്തില്ലേ? നിങ്ങൾ കോമൺ ഇതാണ് നമ്മുടെ സിവിൽ സർവീസ് മെന്റാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു തന്ത്രങ്ങൾ, സിവിൽ സർവീസ് പരീക്ഷയിലെ തന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് UPSC പരീക്ഷയിൽ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2O 3O ശരിയായാൽ പോലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവില്ലേ? കാര്യം ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതോ 2 2ആണെന്ന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A പോയി, C പോയി, D പോയി, B എത്തി. ഇത് ഒരു GK ചോദ്യമായിട്ടോ സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യമായിട്ടോ കണക്കാക്കേണ്ടത്. ഇതൊരു റീസണിങ് ചോദ്യമാണ്, അല്ലെ? ഒരു മാനസിക ശേഷി ചെക്ക് ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് കണ്ടാൽ മതി. എനിക്കറിയാം തുടക്കത്തിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എലിമിനേഷൻ ടെക്നിക്സ് നോക്കി കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ സംഭവം തോന്നും. പക്ഷെ ഏറ്റവും എളുപ്പപ്പണി ഇതാണ്. നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതിനോടൊപ്പം ഇതുപോലെ ചെറിയ പൊടിക്കൈകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്ട്രാ 1 മാർക്ക് 2 മാർക്ക് 10 മാർക്ക് അതായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ ഒരുപക്ഷെ 100-ൽ നിന്നും ടോപ്പ് 10-ലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ആഴത്തിലുള്ള പഠനം, ഓരോ ടോപ്പിക്ക് വിശദമായി തന്നെ പഠിപ്പിക്കും. അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സിന്റെ സ്മാർട്ട് സ്ട്രാറ്റജി ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ പുതിയ ബാച്ചാണ് ജനറൽ PSC ബാച്ച്. ഇവിടെ ശ്രദ്ധിക്കുക, ഫോഴ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്സുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇൻ ഡെപ്തിൽ നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കും. ഫോഴ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വേണമെന്നുള്ള ആൾക്കാർക്ക് വെറും 499 അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസിലാണ് 12 മാസം അല്ലെങ്കിൽ 7 മാസം കാലാവധിയുള്ള ഈ ബാച്ചുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫീസ് മാത്രമാണ് ചീപ്പ്, അല്ലാതെ ക്ലാസ്സിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അടിവരായിട്ട് പറയുന്നു. ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ക്ലാസ്സിന്റെ ഒരു ക്വാളിറ്റി, ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനുശേഷം മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ചാലും മതി. മെന്റേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നോക്കി എന്താ? എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രാധാന്യം. അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനത്തിന് പ്രാധാന്യമുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ചോദ്യം കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഗൾഫ് സ്ട്രീം, വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 ചോദ്യങ്ങളും ഒന്നും അറിയത്തില്ലെങ്കിലും കറയുത്താം. വളരെ നമ്മൾ PSC പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കറയുത്താം. ചില ചോദ്യങ്ങളുണ്ട്, അത് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ പൂർണ്ണമായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പാർഷ്യൽ നോളജ് ഉണ്ടായാലും മതി. ഇവിടെ നോക്കിയേ, ഗൾഫ് സ്ട്രീം ഏത് സമുദ്രത്തിലാണെന്ന് കഴിയും. ഗൾഫ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, കുവൈറ്റൊക്കെ ഗൾഫ് രാജ്യങ്ങൾ ഏത് സമുദ്രത്തിന്റെ തീരത്താന്ന് നോക്കിയാൽ പോലെ. ഗൾഫ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തുള്ള പ്രദേശങ്ങളല്ലേ അത്. അപ്പൊ ഗൾഫ് സ്ട്രീം സ്വാഭാവികമായിട്ട് ഇവിടെ ആയിരിക്കും B. അപ്പൊ പലപ്പോഴും ഇങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്കറിയാവുന്ന ഒരു ഡേറ്റയുമായി ബന്ധപ്പെടുത്തി ലോജിക്ക് ഉപയോഗിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഒരു 10-15 സെക്കൻഡ് മാത്രം മതി. എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ ടോപ്പേഴ്സിന്റെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ടെക്നിക്ക് എത്രത്തോളം ഡീപ്പായിട്ട് അഭ്യസിച്ചിട്ടാണ് അവർക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത്. കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് എത്ര പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം, ഇത് പഠിക്കും എന്നുള്ള കാര്യം. എന്നാൽ മാത്രമേ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. ഇനിയാണ് ആഴത്തിലുള്ള പഠനത്തിന് ഇമ്പോർട്ടൻസ്. സിലബസിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് PSC ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ആ സിലബസിന് വരികൾക്കിടയിൽ കൂടെ വായിക്കാൻ പഠിക്കണം, അല്ലെ? ഒരുപക്ഷെ 2ാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ 1ാം ലോക മഹായുദ്ധം എടുത്ത് പറഞ്ഞു കാണില്ല, പക്ഷെ അത് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ആ രീതിയിൽ ഞങ്ങളൊരു സിലബസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പരീക്ഷയ്ക്കും. ആ സിലബസിനുള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഒരുപക്ഷെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഇത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷേ
നമുക്ക് അവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ആഴത്തിലൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് അത്തരത്തിലുള്ള ചോദ്യമാണ് അല്ലേ. എക്കണോമിക്സിലെ ചോദ്യമാണ്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്. അപ്പൊ നികുതിയും പൊതുചിലവും ഒക്കെ അത് ധനവുമാണ്, പണവുമാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നും ആയിരിക്കും ആൻസർ. ഇപ്പൊ രണ്ടും ഒന്നല്ലേ? ധനവും പണവും ഒക്കെ ഒന്നല്ലേ? അല്ല. ഇതാണ് നമ്മൾ കറക്കിക്കുത്ത മാത്രം വരുന്ന നമുക്ക് പണി കിട്ടും. ഫിസ്ക്കൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്. ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത്, മോണിറ്ററി പോളിസി RBI ആണ് നിശ്ചയിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ധനനയം, ഏതാണ് പണനയം? അതാണ് നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ വെറുതെ കറക്കിക്കുത്തി മാത്രം പരീക്ഷയിൽ ആൻസർ ആയെന്ന് വിചാരിക്കേണ്ട. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കറിക്ക് ഉപ്പിടുന്ന പോലെ, ഉപ്പില്ലെങ്കിൽ ഒരു കറി വായി വയ്ക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ഉപ്പ് മാത്രമായി പോയാലോ, ഉപ്പ് കൂടി കഴിഞ്ഞാലോ വായി വയ്ക്കാനും കൊള്ളത്തില്ല, അതും വായി വയ്ക്കാൻ കൊള്ളത്തില്ല. സോ സ്മാർട്ടായിട്ട് ചിന്തിക്കുക. അപ്പൊ ഈ ചോദ്യത്തിൽ ഇതിന്റെ ഉത്തരം B ആണ്, ധനനയമാണ് അല്ലെ? ധനനയമാണ്. കൃത്യമായിട്ട് എന്താണ് ധനനയം, പണനയം എന്നാൽ ഇതൊക്കെ SCERT NCERT പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. ഇതിനോടൊപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വീഡിയോസ് കാണണം. അടുത്ത കാലത്ത് PSCയിൽ വരുന്ന ഏറ്റവും ചലഞ്ചിങ് ആയ അല്ലെങ്കിൽ ഭയങ്കര നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ അവർ അടിച്ചു മാറ്റുന്നത് UPSC മാതൃകയിൽ നിന്നോ UPSC മുൻകാല വർഷ ചോദ്യങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കും. അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. പക്ഷേ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ അത് തന്നെയാണ്. കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, വളരെ വൃത്തിയായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ 2 വീഡിയോസ് കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇവൻ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ വിജയത്തിലേക്ക് വളരെ അടുത്ത് എത്തിയിരിക്കും. ഒരു സംശയം വേണ്ട. കാര്യം നമുക്ക് ആത്മവിശ്വാസം അല്ലെങ്കിൽ കൺവിക്ഷൻ, അതാണ് പരീക്ഷകൾ ജയിക്കാൻ വേണ്ടത്. ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ട്രയാങ്കിൾ അപ്രോച്ച് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എത്ര കുത്തിയിരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല. പഠിക്കുന്നത് റിവിഷൻ നടത്തുന്നത് പ്രാക്ടീസ് ചെയ്യുക. ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കിടയിൽ മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ. ഇപ്പം നമ്മൾ കാണുന്നത് ഡെയിലി കുറേ സമയം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർ എത്ര പഠിച്ചാലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ട്രയാങ്കിളിന്റെ ഉള്ളിലല്ല, പുറത്ത് നിൽക്കുക. അവർ പഠിക്കുന്ന മാത്രമേ ഉള്ളൂ, ബാക്കി 2 കാര്യങ്ങൾ ചെയ്യുന്നില്ല, റിവിഷൻ നടത്തുകയോ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രമിക്കേണ്ടത് ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് വരാനാണ്. അറ്റ് എനി കോസ്റ്റ് ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ടെലിഗ്രാം യൂട്യൂബ് ചാനലിന്റെ ഒക്കെ ലക്ഷ്യം. നിങ്ങൾക്ക് അതിന് അഡീഷണൽ പുഷ് വേണമെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനകത്ത് കൃത്യമായി നിങ്ങളെ ട്രയാങ്കിളിലേക്ക് എത്തിക്കാനായിട്ട് വീക്ക്ലി മോക്ക് ടെസ്റ്റുകളുണ്ട്, റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, ആഴത്തിലുള്ള ക്ലാസ്സുകളും എലിമിനേഷൻ ടെക്നിക്സും എല്ലാം ലഭിക്കുന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. വളരെ ലളിതമായൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇത്തരം ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പിന്നെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകും അല്ലെ. ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്ക് ഏതാണെന്ന ചോദ്യം. ഈ കൂട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് ഏതാ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ വലിയ അവസരങ്ങളാണ് നമുക്ക് അടുത്ത വർഷം വരാനിരിക്കുന്നത്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ്. കാര്യം പരീക്ഷയ്ക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, പിള്ളേർക്ക് പഠിച്ചു തുടങ്ങി കഴിഞ്ഞു. അതിനർത്ഥം പരീക്ഷണം തുടങ്ങി കഴിഞ്ഞു എന്നാണ്. അവസാനം നടക്കാൻ പോകുന്നത്, ഒരു ക്ലാസ് റൂമിൽ വെച്ച് നടക്കാൻ പോകുന്നത് ആ പരീക്ഷയുടെ ക്ലൈമാക്സ് മാത്രമാണ്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. ലളിതമായ സിലബസ് ആണ്. കൃത്യമായ പാറ്റേണിൽ പഠിച്ച് മുന്നേറാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.